കൊണ്ടാട്ടമുളകിൻ്റെ രഹസ്യരുചിയിൽ പഞ്ഞി പോലെ സോഫ്റ്റായ ബീഫ് സുക്കുട്ടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായി ഇത്രയും ചേരുവകളാണ് ആവശ്യം: സവാള, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം ചതച്ചത്, പച്ചമുളക്, ടൊമാറ്റോ സോസ്, കൊണ്ടാട്ടമുളക്, ക്രഷ്ഡ് ചില്ലി, മല്ലിയില. ഇവിടെ കൊണ്ടാട്ടമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. 1/4 കിലോ ബീഫിലാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു കൊണ്ടാട്ടമുളക് വറുത്തതാണ് വേണ്ടത്. 1/4 കിലോ ബീഫ് ഉപ്പ് മാത്രം ചേർത്ത് നല്ലപോലെ വേവിച്ച് എടുത്തു വയ്ക്കണം. ഇതിലേക്ക് 2 സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഒരു കോഴിമുട്ട, പിന്നെ കുറച്ച് ഗരം മസാല പൊടി, ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇവിടെ ഞാൻ ചേർക്കുന്ന ഗരം മസാല പൊടിയുടെ റെസിപ്പി എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നൊരു റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും അതൊന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഗരം മസാല പൊടിയുടെ റെസിപ്പി കിട്ടും. കൊണ്ടാട്ടമുളകിനൊപ്പം ആ ഗരം മസാല പൊടി കൂടി വരുമ്പോഴാണ് ഈ റെസിപ്പി അടിപൊളിയാവുക. ആദ്യം നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് കൂടുതൽ എണ്ണയൊഴിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫിൻ്റെ ഓരോ കഷ്ണങ്ങൾ കൃത്യമായി ചേർത്ത് പൊരിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിൽ പൊരിച്ചെടുക്കാം. ഞാൻ അതിൻ്റെ തനതായ രീതിയിൽ കാണിച്ചു തരികയാണേ. വളരെ കുറച്ച് എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 2 ബാച്ചായിട്ടാണ് ബീഫ് ഞാനിവിടെ പൊരിച്ചെടുക്കുന്നത്. ബീഫ് ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് ചുറ്റുമുള്ള ആ മാവൊന്ന് വേവുന്ന വരെ മാത്രം നമ്മൾ പൊരിച്ചെടുത്താൽ മതിയേ. കൂടുതൽ മുരിച്ചെടുക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. 1/4 കിലോ ബീഫ് കൊണ്ട് തന്നെ ഈ റെസിപ്പിയിലൂടെ നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ ബീഫ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതേ ചീനച്ചട്ടിയിലെ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം ചതച്ചത് ചേർത്ത് വഴറ്റാം. നന്നായി മൂത്ത് വരുമ്പോൾ സവാള കൂടി ചേർക്കാം. ഇവിടെ 1/4 കിലോ ബീഫിലേക്ക് ഞാൻ 1/2 സവാളയാണ് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വഴറ്റി വരട്ടെ. അതിലേക്ക് പിന്നീട് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ച ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗമാണ്. ഇതും നല്ലപോലെ വഴറ്റി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കാം. നല്ലപോലെ മൂത്ത് എണ്ണ തെളിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് സോസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ മധുരം കൂടിപ്പോവരുത്. ഒരു പാകത്തിന് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. മാത്രമല്ല, ബീഫ് ചേർത്ത ശേഷവും നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കി സോസ് വേണം തോന്നുകയാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇത് ഇവിടെ കിടന്ന് നന്നായി മൂക്കട്ടെ. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ചതച്ച വറ്റൽമുളകും കൊണ്ടാട്ടമുളക് വറുത്ത് പൊടിച്ചതും കൂടി ചേർക്കാം. കൈ വെച്ച് തിരുമ്മി എടുത്താൽ തന്നെ മതിയാവും. കൊണ്ടാട്ടമുളക് നന്നായി പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നു. ദെൻ 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർക്കുന്നു. ഇത് നല്ലപോലെ ഇളക്കി എല്ലാ ഭാഗവും യോജിപ്പിക്കുക. ആക്ച്വലി ഇനിയുള്ള സ്റ്റെപ്സൊക്കെ പെട്ടെന്ന് ചെയ്യണം. അതായത് ഇതുവരെയുള്ള സ്റ്റെപ്സ് കുറച്ച് സാവധാനം ചെയ്താൽ മതി. ഇനി പെട്ടെന്ന് നമുക്ക് ഇളക്കി ചേർക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് ബീഫ് ചേർക്കുകയാണ്. ബീഫ് ചേർത്ത് ഈ സോസ് ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി കൂടുതലിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല തീയിൽ ഇതെല്ലാം കൂടി യോജിപ്പിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത ശേഷം ഉപ്പെല്ലാം കറക്റ്റ് ചെയ്യണം. സോസ് ചേർത്ത കാരണം തന്നെ ചെറുതായി ഉപ്പുണ്ടാവും. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. മാത്രമല്ല, ഇതെല്ലാം യോജിച്ച് വരാനായി ഒരു 2 ടീസ്പൂൺ തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊരു ടിപ്പാണ്. അതായത് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും അഡീഷണലായിട്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2 ടീസ്പൂൺ തിളച്ച വെള്ളം ഒഴിക്കാം. അപ്പോൾ അത് സോഗിയായിട്ടൊന്നും പോവില്ല. എല്ലാ ഭാഗവും ഒരുപോലെ ഈ ഒരു ചേരുവ എത്താനും ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നന്നായി ഇളക്കി എല്ലാ ഭാഗവും ഒരുപോലെ യോജിപ്പിക്കുക. ഇനി നമ്മൾ ചേർക്കേണ്ടത് ഗരം മസാല പൗഡറാണ്. ഈ ഗരം മസാല പൗഡറിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള 1/2 കപ്പ് തേങ്ങ കൊണ്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഇല്ലേ, അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാതെ എങ്ങനെ ദം ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പിയാണ്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇനി അവസാനമായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും
പിന്നെ മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി നല്ലപോലെ യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു റെസിപ്പി. ഇത് നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് തീ ഓഫാക്കാം, കാരണം ഓൾറെഡി നല്ല ചൂടിലായിരിക്കുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാൻ, അത്രയും സോഫ്റ്റാണ്, പഞ്ഞി പോലെ സോഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആവി പറക്കുന്ന ബീഫ് സുക്കൂട്ടി റെഡിയായിട്ടുണ്ട്. നേപ്പാളിലൊക്കെ ഡ്രൈ മീറ്റ് വെച്ചിട്ടാണ് ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്യാറുള്ളത്. പക്ഷേ ഞാനിവിടെ നോർമൽ മീറ്റാണ് റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലെ ഓരോ കഷ്ണങ്ങളും നല്ല ഇങ്ങനെ മസാലയൊക്കെ പുരണ്ട് സ്പൈസിയായി കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. പക്ഷേ ഓരോ പീസും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് പൊളിഞ്ഞ് വരികയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.